ബൈബിൾ പറയുന്നതനുസരിച്ച് ലോകാവസാന കാലഘട്ടങ്ങളിൽ ഭൂമിയിൽ ഒരു പൈശാചിക രൂപം പ്രത്യക്ഷപ്പെടുമെന്നാണ്. ബൈബിൾ ഈ രൂപത്തിന് ദ ബീസ്റ്റ് അല്ലെങ്കിൽ ആൻറ്റി ക്രിസ്റ്റോസ് എന്ന് പേര് നൽകി. വിശ്വാസങ്ങളനുസരിച്ച് ജീസസിൻ്റെ എതിരാളിയായ ആൻറ്റി ക്രൈസ്റ്റ് പിശാചിൻ്റെ മകനാണ്. ജീസസ് ഭൂമിയിൽ വന്നതുപോലെ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്നുമായിരിക്കും ആൻറ്റി ക്രൈസ്റ്റിൻ്റെയും ജനനം. ഹാഫ് മെൻ ഹാഫ് ഡബിളായ ആൻറ്റി ക്രൈസ്റ്റിനെ ആദ്യ കാലഘട്ടങ്ങളിൽ തിരിച്ചറിയുക എന്നത് അസാധ്യമാണ്. ആൻറ്റി ക്രൈസ്റ്റ് എന്ന വാക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ബൈബിളിലെ പുതിയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ ജോൺ 2:18, 1:7, 2:22, 4:2 തെസ്സലോനിക്കയിൽ 2:1, 2:7 പിന്നീട് വെളിപ്പാട് പുസ്തകത്തിലും ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ മനുഷ്യർ ബൈബിൾ പല രീതിയിലാണ് മനസ്സിലാക്കിയിരുന്നത്. ഇതുകൊണ്ട് തന്നെ അവരവരുടെ വിശ്വാസം അനുസരിച്ച് പല ഗ്രൂപ്പുകളായി ഇവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഈ സമയം ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെ ആൻറ്റി ക്രൈസ്റ്റ് ആയിട്ടാണ് കണ്ടിരുന്നത്. മിക്ക മതങ്ങളിലും ലോകാവസാന നാളുകളിൽ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പൈശാചിക രൂപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ജൂഡിസത്തിലും ക്രിസ്ത്യാനിറ്റിയിലും ഈ രൂപത്തെ ദ ബീസ്റ്റ് അല്ലെങ്കിൽ ആൻറ്റി ക്രിസ്റ്റോസ് എന്ന് വിളിക്കുന്നു. അതുപോലെ ഇസ്ലാം മതത്തിൽ അൽ മസായ അദ് ദജാൽ അല്ലെങ്കിൽ ദ ഫാൾസ് മസായ എന്ന ഒരു പൈശാചിക രൂപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആൻറ്റി ക്രൈസ്റ്റ് പ്രോഫസിയിൽ വിശ്വസിക്കുന്നവർ ഈ മതഗ്രന്ഥങ്ങളിലെ ഈ പൈശാചിക രൂപത്തെ ബൈബിളിലെ ആൻറ്റി ക്രൈസ്റ്റിന് തുല്യമായാണ് കാണുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകാവസാനത്തെക്കുറിച്ചും ആൻറ്റി ക്രൈസ്റ്റിൻ്റെ വരവിനെക്കുറിച്ചും പല പ്രോഫറ്റ്സും പല പ്രവചനങ്ങളും നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രോഫസി ഫ്രഞ്ച് ആസ്ട്രോളജറും ഫിസിഷ്യനുമായ മൈക്കിൾ ദെ നോസ്ട്രഡാമസ് എന്ന ഒരു വ്യക്തിയുടെ ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. 16-ാം നൂറ്റാണ്ടിലാണ് നോസ്ട്രഡാമസിൻ്റെ ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ജനങ്ങളിൽ എത്തിയത്. നോസ്ട്രഡാമസിൻ്റെ ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ സെഞ്ചുറീസ് എന്ന 10 ബുക്കുകളിലാണ് പറയുന്നത്. ഈ ബുക്കിലെ ഓരോ പേജിലും 4 വരിയുള്ള കവിതകളാണുള്ളത്. ഈ കവിതകളെ കോട്രൈൻസ് എന്ന് വിളിക്കുന്നു. ഈ കോട്രൈൻസിലാണ് നോസ്ട്രഡാമസ് ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്നത്. മനുഷ്യർ അവസാന കാലഘട്ടങ്ങളിൽ നേരിടാൻ പോകുന്ന ഈ പൈശാചിക രൂപം എന്താണെന്ന് മനുഷ്യൻ അറിഞ്ഞിരിക്കണമെന്ന് നോസ്ട്രഡാമസിന് ആഗ്രഹമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് നോസ്ട്രഡാമസ് തൻ്റെ പ്രവചനങ്ങൾ ജനങ്ങളിൽ എത്തിച്ചത്. എല്ലാ മതങ്ങളിലും ഒരു ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. പക്ഷേ നോസ്ട്രഡാമസ് കണ്ടത് 3 ആൻറ്റി ക്രൈസ്റ്റിനെയാണ്. ഓരോ കാലഘട്ടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന ഇവർ ആദ്യത്തെയാളേക്കാൾ 10 ഇരട്ടി ക്രൂരനായിരിക്കും അടുത്തയാൾ. നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവർ പറയുന്നതനുസരിച്ച് 2 ആൻറ്റി ക്രൈസ്റ്റ് വന്നുപോയി എന്നാണ്. ഈ ലോകം ഇനി കാത്തിരിക്കുന്നത് ഏറ്റവും ക്രൂരനായ 3ാമത്തെ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ വരവാണ്. നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവർ പറയുന്നത് 3ാമത്തെ ആൻറ്റി ക്രൈസ്റ്റിലേക്കുള്ള വഴി ആദ്യത്തെ 2 ആൻറ്റി ക്രൈസ്റ്റുകളിൽ നിന്നും ലഭിക്കുമെന്നാണ്. അതുകൂടാതെ ഓരോ ആൻറ്റി ക്രൈസ്റ്റും അടുത്ത ആൻറ്റി ക്രൈസ്റ്റും വരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷമാണ് ഭൂമിയിൽ നിന്ന് പോകുന്നതെന്ന് നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവർ പറയുന്നു. നോസ്ട്രഡാമസ് തൻ്റെ ബുക്കിൽ ആദ്യത്തെ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഐഡൻറ്റിറ്റി പലയിടത്തും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ച് നോസ്ട്രഡാമസ് കോട്രൈൻ 60 ഇങ്ങനെ പറയുന്നു: ഇറ്റലിയുടെ അടുത്ത് ഒരു ചക്രവർത്തി ജനിക്കും. അവൻ മൂലം അവൻ്റെ രാജ്യത്തിന് വലിയ നഷ്ടം വരും. അതുകൂടാതെ കോട്രൈൻ 1 നോസ്ട്രഡാമസ് ഇങ്ങനെ പറയുന്നു: പോൾ നെ ഒളറോൺ രക്തത്തെക്കാൾ കൂടുതൽ തീയായിരിക്കും. നോസ്ട്രഡാമസിൻ്റെ പ്രവചനത്തിൽ വിശ്വസിക്കുന്നവർ പറയുന്നത് നോസ്ട്രഡാമസ് ആദ്യത്തെ ആൻറ്റി ക്രൈസ്റ്റിനെ കണ്ടത് ഫ്രാൻസിലാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. പോൾ നെ ഒളറോൺ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ഫ്രാൻസിലെ 3 ചെറിയ ടൗണുകളാണ്. അതുകൂടാതെ പോൾ നെ ഒളറോൺ എന്ന വാക്കുകൾ റീഅറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് നെപ്പോളിയോ റോയ് എന്നാണ്. ഇതിനർത്ഥം നെപ്പോളിയൻ ദ കിങ്. നെപ്പോളിയൻ ഭരണത്തിൽ വരുന്നതിന് 200 വർഷങ്ങൾക്ക് മുമ്പ് നോസ്ട്രഡാമസ് നെപ്പോളിയൻ്റെ വരവ് പ്രവചിച്ചുവെന്നും അതുകൂടാതെ നെപ്പോളിയനെ ആദ്യത്തെ ആൻറ്റി ക്രൈസ്റ്റായി നോസ്ട്രഡാമസ് കണ്ടിരുന്നുവെന്നും നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവർ പറയുന്നു. നെപ്പോളിയനാണ് ആദ്യത്തെ ആൻറ്റി ക്രൈസ്റ്റ് എന്നതിനുള്ള തെളിവ് മറ്റു ചില കോട്രൈൻസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതിൽ കോട്രൈൻ 97 നോസ്ട്രഡാമസ് ഒരു കത്തോലിക് പോപ്പിന് നൽകുന്ന മുന്നറിയിപ്പ് നെപ്പോളിയനാണ് ആദ്യത്തെ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് വിശ്വസിക്കുന്നതിന് ഒരു പ്രധാന കാരണമാണ്. നോസ്ട്രഡാമസ് ഈ കോട്രൈനിൽ ഇങ്ങനെ പറയുന്നു: റോമൻ പോപ്പ്, നിങ്ങൾ ജാഗ്രതനായിരിക്കുക. നഗരത്തിന് പുറത്ത് 2 നദികൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ ചോര തുപ്പി മരിക്കും. നെപ്പോളിയൻ പോപ്പ് പയസ് 6 ഫ്രാൻസിലെ 2 നദികളായ എപ്പബീനും റോണും കൂടിച്ചേരുന്ന വലാൻസ് എന്ന ടൗണിൽ തടവിൽ വെച്ചിരുന്നു. പിന്നീട് 1799 പോപ്പ് പയസ് 6 രക്തം തുപ്പിയാണ് മരിച്ചത്. നോസ്ട്രഡാമസ് പറയുന്നതനുസരിച്ച് ഒരു ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പ്രധാന സ്വഭാവ സവിശേഷത പ്രയാസ കാലഘട്ടങ്ങളിൽ ആളുകളുടെ മുന്നിൽ തെറ്റായ രക്ഷകനായി അവതരിക്കുകയും പിന്നീട് വാക്കുകൾ കൊണ്ട് ഒരു ജനക്കൂട്ടത്തെ കയ്യിലെടുക്കാൻ കഴിവുള്ളവനാണ് ആൻറ്റി ക്രൈസ്റ്റ്. ഇറ്റലിയിൽ നിന്നും 48 കിലോമീറ്റർ അകലെ ഫ്രാൻസിലെ കോർസിക്ക എന്ന ഒരു ഐലൻഡിലാണ് നെപ്പോളിയൻ ജനിച്ചത്. 1779 നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ഭരണാധികാരിയാകുന്നത്. ഫ്രാൻസിൻ്റെ രക്ഷകനായാണ് നെപ്പോളിയൻ ജനങ്ങൾക്കിടയിൽ അവതരിച്ചത്. സാമ്പത്തികവുമായി ധാരാളം പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന ഫ്രാൻസിനെ താൻ രക്ഷിക്കാമെന്ന് വാക്ക് നൽകി ജനങ്ങളുടെ മനസ്സിൽ നെപ്പോളിയൻ സ്ഥാനം നേടി.
ജനങ്ങൾക്കിടയിൽ പ്രയാസകരമായ കാലഘട്ടത്തിൽ അവതരിക്കുന്ന തെറ്റായ രക്ഷകനായിരിക്കും ആൻറ്റിക്രൈസ്റ്റ് എന്ന് നോസ്ട്രഡാമസ് പറയുന്നു. നെപ്പോളിയനും അങ്ങനെ ഫ്രാൻസിൻ്റെ തെറ്റായ രക്ഷകനായിരുന്നു. നോസ്ട്രഡാമസിൻ്റെ മറ്റു ചില ക്വാട്രെയിൻസും നെപ്പോളിയനാണ് ആദ്യത്തെ ആൻറ്റിക്രൈസ്റ്റ് എന്ന് വിശ്വസിക്കുന്നതിന് തെളിവുകൾ തരുന്നുണ്ട്. ക്വാട്രെയിൻ 34 നോസ്ട്രഡാമസ് ഇങ്ങനെ പറയുന്നു: അവൻ്റെ പേര് മറ്റൊരു രാജാവിൽ നിന്ന് കൈമാറി കിട്ടിയതല്ല. നെപ്പോളിയൻ എന്ന പേര് ഫ്രാൻസിലെ ഒരു രാജാവിനോ രാജകുടുംബത്തിലെ അംഗങ്ങൾക്കോ ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ നെപ്പോളിയൻ ഒരു രാജകുടുംബത്തിലെ അംഗവുമായിരുന്നില്ല. പിന്നീട് ക്വാട്രെയിൻ 54 നോസ്ട്രഡാമസ് ഇങ്ങനെ പറയുന്നു: ഇടിമിന്നലിനേക്കാൾ ഭയാനകമായ അവൻ ഇറ്റലി, സ്പെയിൻ, ഇംഗ്ലണ്ട് എന്ന രാജ്യങ്ങളെ വിറപ്പിക്കും. ഈ രാജ്യങ്ങളൊക്കെ നെപ്പോളിയനുമായി യുദ്ധം ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ നെപ്പോളിയൻ കീഴടക്കിയതുമായ രാജ്യങ്ങളാണ്. നോസ്ട്രഡാമസ് തൻ്റെ ബുക്കിൽ ആൻറ്റിക്രൈസ്റ്റിൻ്റെ മറ്റൊരു സ്വഭാവ സവിശേഷതയെപ്പറ്റി പറയുന്നുണ്ട്. അവൻ്റെ പേരിൽ പൊടിയുന്ന രക്തത്തിന് ഒരു പരിധി ഉണ്ടാവില്ല. നെപ്പോളിയൻ്റെ പേരിൽ പൊടിഞ്ഞ രക്തത്തിന് ഒരു കണക്കുമില്ലായിരുന്നു. നെപ്പോളിയൻ കൊന്നു തള്ളിയതും രാജ്യങ്ങൾ കീഴടക്കാൻ ബലിയാടാക്കിയത് ലക്ഷക്കണക്കിന് സൈനികരെയാണ്. അതിനൊരു ഉദാഹരണമാണ് 1812 റഷ്യ കീഴടക്കാൻ 6 ലക്ഷം സൈന്യവുമായി എത്തിയ നെപ്പോളിയൻ തോറ്റു തിരിച്ചു മടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശം വെറും 80,000 സൈന്യമായിരുന്നു ഉണ്ടായിരുന്നത്. നെപ്പോളിയൻ്റെ ജീവിത കാലയളവിൽ ഏകദേശം 32 ലക്ഷത്തിലധികം ആളുകൾ നെപ്പോളിയൻ്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നെപ്പോളിയന് മുമ്പ് ഒരു വ്യക്തി പോലും ഇത്രയും ആളുകളുടെ മരണത്തിന് കാരണമായിട്ടില്ല. നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവർ പറയുന്നത് ഒരു ആൻറ്റിക്രൈസ്റ്റിന് വേണ്ട എല്ലാ സ്വഭാവ സവിശേഷതകളും നെപ്പോളിയന് ഉണ്ടായിരുന്നുവെന്നാണ്. നോസ്ട്രഡാമസ് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ആദ്യത്തെ ആൻറ്റിക്രൈസ്റ്റായ നെപ്പോളിയൻ്റെ അവസാനത്തെ യുദ്ധത്തെക്കുറിച്ച് വരെ പറയുന്നുണ്ട്. ക്വാട്രെയിൻ 99 അദ്ദേഹം ഇങ്ങനെ കുറിച്ചു: മഞ്ഞുകാലത്തെ സൈന്യത്തിൻ്റെ അതിക്രമിച്ചു കയറ്റം ഫ്രഞ്ച് രാജ്യത്തെ ഭയത്തിലാക്കും. ഈ ക്വാട്രെയിൻ നെപ്പോളിയനും നെപ്പോളിയൻ്റെ സൈന്യവും മഞ്ഞ് കാര്യമാക്കാതെ റഷ്യ അതിക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ പരാജയവുമായി നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവർ റിലേറ്റ് ചെയ്യുന്നു. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, നെപ്പോളിയൻ നോസ്ട്രഡാമസിൻ്റെ ആൻറ്റിക്രൈസ്റ്റ് പ്രോഫസിയിൽ വിശ്വസിച്ചിരുന്നു. നെപ്പോളിയൻ യാത്ര ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും നോസ്ട്രഡാമസിൻ്റെ ആൻറ്റിക്രൈസ്റ്റ് പ്രോഫസിയുടെ പകർപ്പ് കൈവശം വച്ചിരുന്നു. നെപ്പോളിയൻ ഫസ്റ്റ് ആൻറ്റിക്രൈസ്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന നോസ്ട്രഡാമസ് ബിലീവേഴ്സ് പറയുന്നത് നെപ്പോളിയൻ്റെ പ്രവർത്തികൾ രണ്ടാം ആൻറ്റിക്രൈസ്റ്റിനും മൂന്നാം ആൻറ്റിക്രൈസ്റ്റിനും വരാനുള്ള വഴി ഒരുക്കിയെന്നാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ റിലീസായി എന്നറിയുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക.